നമസ്കാരം, വന്ദനം, നമോ വാഗം. ഒടുവിൽ അത് സംഭവിക്കുന്നു അമേരിക്കയിൽ. ജോ ബൈഡന്റെ പാർട്ടിക്കാരായിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടിക്കാർ തന്നെ ചവിട്ടി പുറത്താക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിക്കാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കോവിഡ് ആണല്ലോ, അതുകൊണ്ട് ഇനി ഈ വീടിൻ്റെ പുറത്തിറങ്ങിയാൽ ക്വാറന്റൈൻ എന്ന് പറഞ്ഞ് അകത്തിരുന്നോണം, പുറത്തിറങ്ങി കഴിഞ്ഞാൽ മുട്ടുകാൽ ഞങ്ങൾ തല്ലി ഓടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോ ബൈഡനോട് അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ ജോ ബൈഡൻ തൊട്ടതും പിടിച്ചതും എല്ലാം പാഴായി പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പുറത്ത് ഡൊണാൾഡ് ട്രംപ് കത്തി കയറുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ ജോ ബൈഡന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം ജോ ബൈഡൻ വന്ന ശേഷം അമേരിക്കയിൽ പല കാര്യങ്ങളിലും അങ്ങേര് താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരുവിധ തർക്കമില്ല. അഫ്ഗാനിസ്ഥാന് താലിബാൻ കീഴടക്കി. കാരണം അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കയുടെ ട്രൂപ്പുകൾ പിൻവലിച്ചതോടുകൂടി അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ അഴിഞ്ഞാട്ടമാണ്. പോരാത്തതിന് റഷ്യ യുക്രൈൻ വാർ പൊട്ടിപ്പുറപ്പെട്ടു, ഇറാൻ ഇറാഖ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. എന്തിനു പറയുന്നു, ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും തീർന്നിട്ടില്ല. അങ്ങനെ ലോകം മൊത്തം അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ് ജോ ബൈഡന്റെ അമേരിക്കൻ സർക്കാർ എന്ന് പറയുന്നത്. ഇത് അമേരിക്കയ്ക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ട്രംപിനെ അവരിപ്പോൾ പൂവിട്ട് പൂജിക്കാനും തയ്യാറാണ്. കാരണം ട്രംപിന്റെ സമയത്ത് ഈ ഇസ്രായേലുമായിട്ടും മധ്യേഷ്യയിലെ പല GCC രാജ്യങ്ങളുമായിട്ടും കൈ കൊടുക്കുന്ന, അതായത് ട്രംപ് മധ്യസ്ഥത നിന്ന് ഇവരുടെ പിണക്കം മാറ്റി അവർ തമ്മിൽ ബഹ്റൈനുമായിട്ടും ഇസ്രായേലുമായിട്ടും UAE പോലെ കരാറുണ്ടാക്കി കൈ കൊടുക്കുന്ന സാഹചര്യം വരെ ട്രംപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് മധ്യേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ ട്രംപ് വലിയ രീതിയിൽ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. വലിയ രീതിയിൽ ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കി കാണിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുത തന്നെയായിരുന്നു. ആ സ്ഥാനത്താണ് ജോ ബൈഡൻ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായിട്ട് കയറി വന്ന് അമേരിക്കയെ മുച്ചൂടും മുടിച്ചത് എന്ന് അമേരിക്കക്കാർക്ക് ഇപ്പോൾ മൊത്തത്തിൽ മനസ്സിലായി. ഇനി ബൈഡന് പകരം ആരായിരിക്കും വരാൻ പോകുന്നത്? ഈ ബൈഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബൈഡൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്ത്രീകളോട് പെരുമാറാൻ അറിയില്ല, മോശമായി പെരുമാറുന്ന ഒരു വ്യക്തിയാണ്, സമൂഹത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല. എന്തിനു പറയുന്നു, ഒരു മാധ്യമ പ്രവർത്തകയെ പച്ചത്തെറി വിളിച്ചൊരു വ്യക്തിയാണ് ബൈഡൻ എന്ന് പറയുന്നത്. അത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അമേരിക്കയിലൊക്കെ വലിയ പ്രതിഷേധമുയർന്ന ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ ബൈഡൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അമേരിക്കയിൽ ഉണ്ടായപ്പോൾ ബൈഡന്റെ അവിടെയുള്ള റീച്ച് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള വില ഇടിഞ്ഞു താഴ്ന്നു. പോരാത്തതിന് ബൈഡന് നല്ല രീതിയിൽ പ്രായമായാൽ പിന്നെ എണീച്ച് നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥ വരുമല്ലോ. എന്നിട്ടും ബൈഡൻ എണീച്ച് എഴിഞ്ഞെഴിഞ്ഞു വന്ന് അവിടെ നിന്നുകൊണ്ട് പല കാര്യങ്ങളും, അതായത് പല സംവാദങ്ങളിലും പങ്കെടുക്കുകയാണ്. ആ സംവാദങ്ങളിലെല്ലാം മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ബൈഡൻ വിളിച്ചു പറയുകയാണ്. റഷ്യൻ പ്രസിഡന്റ്, അതായത് യുക്രൈൻ പ്രസിഡന്റിന്റെ പേരിന് പകരം റഷ്യൻ പ്രസിഡന്റിന്റെ പേര് പറയുന്നു. പല കാര്യങ്ങളിലും ട്രംപിന് പകരം വേറെ പേര് പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ബൈഡന്റെ പാർട്ടിക്കാർ, അതായത് ഡെമോക്രാറ്റിക് പാർട്ടിക്കാർ തന്നെ പറഞ്ഞു, ഇനി ആ കസേരയിൽ കയറി ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ മുട്ടുകാലിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബൈഡനെ കോവിഡ് ആണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പിടിച്ചിരുത്തിയിരിക്കുകയാണ്. എന്തായിരുന്നാലും ഇത് ട്രംപിന് വലിയ രീതിയിൽ അനുഗ്രഹമായിരിക്കുകയാണ്. ബൈഡന് ശേഷം ആര് വരും? അതായത് ഇപ്പം തന്നെ ഇലക്ഷനോട് അടുത്ത് വരികയാണ്. നവംബറിൽ അവിടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അങ്ങനെ ഇലക്ഷൻ നടക്കാൻ പോകുന്ന ആ സാഹചര്യത്തിൽ ഇപ്പോൾ ബൈഡൻ ഏകദേശം പകുതിയോളം പ്രചാരണം നടത്തിയപ്പോഴാണ് ബൈഡൻ അവിടെ നിന്ന് പിന്മാറുന്നു അല്ലെങ്കിൽ ബൈഡനെ എടുത്തു കളയുന്നു എന്നുള്ളൊരു ആംഗിൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാട് അവിടെ വരുന്നത്. അങ്ങനെ വരുന്ന ആ സാഹചര്യത്തിൽ ആരാകും അടുത്ത ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് എന്നുള്ള ചർച്ച നടക്കുകയാണ്. ഒരു സ്ഥലത്ത് മിഷേൽ ഒബാമയുടെ പേര് പറയുന്നുണ്ട്, നമ്മുടെ ബറാക് ഒബാമയുടെ ഭാര്യയായിട്ടുള്ള മിഷേൽ ഒബാമ. വേറൊരു സ്ഥലത്ത് അതങ്ങനെ ശരിയാവും, ബൈഡൻ പോയി കഴിഞ്ഞാൽ ഞാനാണല്ലോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് കമലാ ഹാരിസ് ചരട് വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. കമലാ ഹാരിസ് വന്നാലും മിഷേൽ ഒബാമ വന്നാലും എനിക്ക് രണ്ടുപേരെയും തോൽപ്പിക്കാൻ എളുപ്പമാണ് എന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ സാഹചര്യത്തിൽ. പോരാത്തതിന് ട്രംപിന് ഇപ്പോൾ ഒരു സിംപത്തറ്റിക് ഇമേജും അവിടെ ഉണ്ട്. കാരണം ട്രംപിനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു ഇമേജാണ് അവിടെ, അതായത് അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ പരന്നു വരുന്നത്. ആ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചത് ആരാണ്? ആ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചത് അമേരിക്കയുടെ ശത്രുവായിട്ടുള്ള ഇറാനാണ്. ഇറാൻ അങ്ങനെ നമ്മുടെ രാജ്യത്തുള്ളൊരു പൗരനെ വെടിവെച്ച് കൊല്ലാനായിട്ട് ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ അയാൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആവണം എന്നുള്ളൊരു വികാരം അവിടെയുള്ള ജനങ്ങൾക്കിടയിലേക്ക് വളരെ ഗംഭീരമായിട്ട് പടർന്നു പിടിച്ചിട്ടുണ്ട് എന്നും അമേരിക്കൻ മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നു. പോരാത്തതിന് ട്രംപ് അറിയാമല്ലോ, പൊളിറ്റിക്സിന്റെ ആശാനാണ്, അങ്ങേര് ഇത് നല്ല രീതിയിൽ മുതലെടുക്കുന്നുമുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മുൻ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപുമായി ജൂണിൽ ഒരു സംവാദം ഈ ബൈഡൻ കാഴ്ചവെച്ചിരുന്നു. പക്ഷേ മൊത്ത അബദ്ധവും മണ്ടത്തരവും പൊട്ടത്തരങ്ങളുമാണ് ബൈഡൻ അത് പറഞ്ഞതും. പോരാത്തതിന് അത്തരത്തിലൊരു സംവാദം നടത്തുന്നതിൽ ട്രംപിനൊരു മേൽക്കൈ കിട്ടുന്നത് നമ്മൾ കണ്ടതാണ്. ഈ പ്രസിഡൻഷ്യൽ സംവാദങ്ങൾ അവിടെ നടക്കും, അതായത് ഈ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം. ഇന്ത്യയിൽ ആ സംഭവമില്ല. ഇന്ത്യയിൽ അപ്പുറത്ത് നരേന്ദ്രമോദിയാണ്, ഇപ്പുറത്ത് രാഹുൽ ഗാന്ധിയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു സംവാദം നടന്നാലുള്ളൊരു അവസ്ഥ എന്തായിരിക്കും? രാഹുൽ ഗാന്ധി ഒരു സംവാദത്തിന് മോദിയെ വിളിച്ചതാണ്.
ചോദിച്ചതാണ്. പക്ഷേ മോദി പറഞ്ഞു ബാലബുദ്ധി പോരാ എന്ന് പറഞ്ഞ് മോദി അതിൽ ഒഴിവായി കളയുകയാണ് ചെയ്തത്. പക്ഷേ അമേരിക്കയിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കയുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരത്തിലൊരു സെറ്റപ്പ് ഉണ്ട്. അതായത് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളുടെ മുമ്പിൽ നിന്ന് സംവാദം നടത്തും. ആ സംവാദത്തിൽ മികച്ച പോയിന്റുകൾ ആരാണ് പറയുന്നത്, കാഴ്ചവെക്കുന്നത് എന്ന് ജനങ്ങൾ നേരിട്ട് വിലയിരുത്തും. ഇതാണ് അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. ആ ചടങ്ങിൽ പോലും ജോ ബൈഡൻ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ഇനി ആര് വരും എന്നുള്ള ചോദ്യത്തിന്, അതായത് ജോ ബൈഡൻ എന്ന് പറയുന്ന ആര് വരുമെന്ന ചോദ്യത്തിന് കമലാ ഹാരിസിനാണ് ബൈഡൻ പിന്തുണ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ട്രംപിനെ വീഴ്ത്താൻ കമലയ്ക്ക് കഴിയില്ലെന്ന് അഭിപ്രായം പല ആൾക്കാരിൽ നിന്ന് ഇപ്പോഴും ഉയർന്നു വന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് വെറും 4 മാസം മാത്രമുള്ളതിനാൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതും വെല്ലുവിളിയാണ് എന്നും എല്ലാവർക്കും അറിയാം. മുൻ പ്രഥമ വനിതയായിട്ടുള്ള മിഷേൽ ഒബാമയെ കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കുമെന്ന് പല ആൾക്കാരും ആലോചിക്കുന്നുണ്ടെങ്കിലും മിഷേൽ വേണ്ട, നമുക്ക് കമലാ ഹാരിസ് മതി എന്നാണ് ജോ ബൈഡൻ ഇപ്പോഴും വാശി പിടിച്ചിരിക്കുന്നത്. ഇത്രയും വയസ്സായി പ്രസിഡന്റുമായി എല്ലാം അനുഭവിച്ചു കഴിഞ്ഞിട്ടും ആക്രമണത്തിനൊരു കുറവുമില്ല എന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ള ആൾക്കാർ ബൈഡനോട് ചോദിച്ചിരിക്കുന്നത്. ഇനി ഞങ്ങൾ പറയും, നിങ്ങൾ കേൾക്കണം എന്നും ബൈഡനോട് ഡെമോക്രാറ്റിക് പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ബൈഡൻ പിന്മാറി. ഞാൻ പിന്മാറില്ല എന്ന് പറഞ്ഞ് ചെള്ളൊട്ടി പിടിക്കുമ്പോൾ അള്ളിപ്പിടിച്ചിരുന്നതാണ്. പക്ഷേ ബൈഡൻ ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ്. ട്രംപിന് അതൊരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. കമലാ ഹാരിസ് വന്നാലും മിഷേൽ ഒബാമ വന്നാലും ഈ സാഹചര്യം അല്ലെങ്കിൽ ഈ കാലയളവിനുള്ളിൽ അവർക്ക് ഡൊണാൾഡ് ട്രംപിനെ കവച്ചു വയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പല ആൾക്കാരും പറയുന്നത് സാധിക്കില്ല, വീണ്ടും ട്രംപ് തന്നെ രണ്ടാമതും അമേരിക്കയുടെ പ്രസിഡന്റായി വരും, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയും. അപ്പോൾ ശരി.